ഇന്ന് 100-ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹത? പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറി കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്തഭിമാന 100-ാം വാർഷികം നടത്താൻ? ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബൊമ്മനും മോളിയല്ല, എന്താ പറയാ, പിന്നെ നോവലുകൾ. അത് നോവല് കുറച്ചെണ്ണം എഴുതിയാണ്ട് പറയാ തുടരും. ഞാൻ പിന്നെ തുടരും. പണ്ട് നാടുകൾ മുത്തോട് പഞ്ചായത്ത് മുഴുവൻ സുന്യ, എടക്കര പഞ്ചായത്ത് മുഴുവൻ സുന്യ, നെൽമൂർ പഞ്ചായത്ത് മുഴുവൻ സുന്യ, എല്ലാവരും സുന്യ. ഏതോ ഒരുത്തനുണ്ട്, ഒരു മമ്മദ് മൗലവി ഉണ്ട്. അതൊക്കെ ഓനക്കാരെ കണക്കാക്കി അന്നിരുന്നു. അന്ന് ഇന്നോ പറയും, ഇന്ന് നമ്മള് അപ്പുറത്തെ മുറി കിടക്കണം നമ്മളെ ബാപ്പാന്റെ മകനായ സ്വന്തം അനുജൻ പറയാം, ഓ ഉദവിയാണ്, ഓൻ ബാപ്പിയാണ്, ഓൻ പൈസയാണ്, ഓൻ കാസിമിയാണ്. പക്ഷെ ഓൻ എന്താണ് നമുക്ക് ഉറപ്പില്ല. ഓൻ കാസിമിയാണ് നമുക്ക് ഉറപ്പുണ്ട്, പക്ഷെ എന്തുറപ്പില്ല, സുന്യാന്ന് ഉറപ്പില്ല. മറ്റ് ഓൻ കന്നൂട്ടിക്കാരനാണ് എങ്കിലും ഓൻ സുന്യാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ സയ്യിദന്മാര് പോലും സുന്യാന്ന് നമുക്ക് ഉറപ്പില്ല. അതെങ്ങനെ ഉറപ്പുണ്ടാവുക? കേരളത്തിൽ ഈ വിഷബീജം വിട്ടത് കെ മൗലവിയാണ്. ആ കെ മൗലവിയെ പ്രശംസിക്കുന്ന പുസ്തകം ഒരു തങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ആ തങ്ങൾ സുന്യാന്ന് എങ്ങനെ നമ്മൾ പറയാം? അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയാം?